റോമ 10:14 വചനം എടുത്തേ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കേൾക്കണമെങ്കിൽ പ്രാസംഗികൻ ഉണ്ടാകണ്ടേ. പക്ഷെ പ്രാസംഗികൻ എന്ത് ചെയ്യണം? പ്രാസംഗികൻ വചനം, അത് 2 തിമോത്തി 4:2 പറഞ്ഞ വചനം പ്രഘോഷിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതിൻ്റെ അർത്ഥം എന്താണ്? വചനം പാലിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്നാണ്. അതാണ് എൻ്റെ അർത്ഥം. വചനം പ്രഘോഷിക്കുക. ഇപ്പോൾ ഔസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. വചനം പാലിച്ചു. എന്താണ്? സാഹചര്യം അനുകൂലമല്ല.